നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചെല്ലാനം മീഡിയയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള നല്ല രാത്രിയില് ഫാമിലി ആയിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കെൽട്രോൺ കഫേ. നമ്മുടെ കുമ്പളങ്ങിയിലെ കെൽട്രോൺ കടത്തിന്റെ തൊട്ട് അടുത്തുള്ള കെൽട്രോൺ കഫേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് കെൽട്രോൺ അരൂരേക്കുള്ള ബോട്ട് സഞ്ചാരവും എല്ലാം കൂടി വളരെ ഒരു നല്ലൊരു വിഷ്വലായിരിക്കും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. കെൽട്രോൺ കഫേയിലേക്ക് പോകാം. അവിടെ നമ്മുടെ അതിൻ്റെ ഓണേഴ്സുമാർ നമ്മുടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് അവരോടൊക്കെ തന്നെ പോവാം. ഹായ്, ഇതാണ് റോഷൻ, അത് വർഷ, നമ്മുടെ കെൽട്രോൺ കഫേയുടെ ഓണേഴ്സ് ആണ്. ഇവിടെ അവരെയാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ ഈ ഒരു കായൽ തീരത്ത് ഇങ്ങനത്തെ ഒരു ആശയം ഇവിടെ തന്നെ നമുക്ക് വേണം എന്നുണ്ടായ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഒരു ആശയം ഇവിടെ തന്നെ വേണമെന്നില്ല, ഒരു കായൽ സൈഡ് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ടേജ് ഏതെങ്കിലും ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യാന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഈ പഞ്ചായത്തിന്റെ ഒരു കെയർ ഓഫിൽ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് അതിങ്ങനെയൊക്കെ ആക്കി എടുക്കാൻ പറ്റി. പിന്നെ നമ്മളുടെ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു ബ്ലോക്ക് പ്രസിഡന്റ്, ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS അദ്ദേഹത്തിന്റെ ഒരുപാട് സഹായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ. പിന്നെ നമ്മളുടെ ആ ഒരു ഇതിലുള്ള ആളുകൾക്കൊക്കെ ഇതേപോലത്തെ ഒരു വൈബാണ് താല്പര്യം എന്നുള്ളതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തത്. ലൊക്കേഷൻ ശരിക്കും എങ്ങനെയാണ്? അവിടെ നമ്മുടെ അരൂര് ആലപ്പുഴ സൈഡ് എങ്ങനെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്? അരൂര് വഴി ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ നമുക്ക് അരൂര് വന്നിട്ട് അവിടെ നിന്ന് കുമ്പളേക്ക് ഫെറിയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈവേ കൂടി തന്നെ ഇടക്കൊച്ചി, അരൂര് ഇടക്കൊച്ചി കുമ്പളങ്ങി വഴി പെരുമ്പളപ്പ് കുമ്പളങ്ങി പഴങ്ങാട് പഴങ്ങാട് കവല കെൽട്രോൺ ഫെറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ലൊക്കേഷൻ ഉണ്ട്, നമ്മൾ ഈ കെൽട്രോൺ കഫേന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ശരിക്കും അപ്പോൾ ഒരു കഫേ തുടങ്ങിയപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡായിരിക്കും അല്ലേ? ശരിക്കും എന്താണ് നമ്മൾ ഒരു വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് എന്താണ് നമ്മൾ ഈ ഒരു കെൽട്രോൺ കഫേ എന്ന് കൊടുക്കാൻ പറ്റും? സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ ചട്ടിച്ചോറുണ്ട്, പിന്നെ കരിമീൻ 65, പിന്നെ കേര 65. നമ്മളിപ്പോൾ ഫിഷിൻ്റെ 65s ആണ് ഇറക്കുന്നത്. പിന്നെ അതുമല്ല പുട്ട്, നൈറ്റൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പുട്ട്, കപ്പ ബിരിയാണി, പോട്ടി, ബീഫ് കറി, അതൊക്കെ ആയിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് കാശിനെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കാശ് കുറച്ചാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്, റേറ്റ് കുറച്ചിട്ട്. അതാണ് നമ്മൾ വേറെ അഡ്വാൻസ് ആയിട്ടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇന്ന ഡിഷ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ചട്ടിച്ചോറ് ഇപ്പൊ എല്ലായിടത്തും ഈ ഒരു ചട്ടിച്ചോറ് എന്നുള്ള സംഭവം. നമ്മുടെ സ്പെഷ്യലായിട്ട് എന്താണ് ചട്ടിച്ചോറിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാവാറുള്ളത് സാധാരണ? ചട്ടിച്ചോറിന് പറഞ്ഞാൽ എല്ലാം മീൻ ഐറ്റമാണ്. എല്ലാം മീൻ ഐറ്റമാണ് എന്ന് വെച്ചാൽ ചെറിയ വിലക്ക് കൊടുക്കുന്ന മീൻ ഐറ്റം. സാധാരണ ചട്ടിച്ചോറെന്ന് വെച്ചാൽ 200-250 രൂപയാണ് ചില സ്ഥലത്തൊക്കെ. നമ്മളിവിടെ 160 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഫിഷിന്റെ ഡിഷുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഫിഷ്, പിന്നെ മോര് ചാറ്, അത് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ ചമ്മന്തി. ശരിക്കും അപ്പൊ എത്ര നാളായി നമ്മുടെ ഈ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട്? എത്ര നാളായി തുടങ്ങിയിട്ടൊരു 5 മാസത്തോളമായി. സത്യത്തിൽ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പുട്ടും ബീഫും മാത്രം വെച്ചിട്ട് ഒരു വെളുപ്പിനെ 4 മണി വരെയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന വെച്ചായിരുന്നു. ആ സമയത്തൊക്കെ പിള്ളേരും കാര്യങ്ങളും ഒക്കെ വരലൊക്കെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് 1.5 മാസം പൂട്ടിയിടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പതുക്കെ ഫാമിലി അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും കട തുറക്കും. അപ്പത്തൊട്ടുണ്ടാവില്ല, ഉച്ചക്ക് നമുക്ക് ചട്ടിച്ചോറ് ഇട്ടിട്ട് ചട്ടിച്ചോറ് ഇറച്ചിച്ചോറ് തൊട്ടിട്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങും. പിന്നെ വൈകിട്ടത്തൊക്കെ ആകുമ്പോഴത്തേക്കും പുട്ട്, ബീഫ്, ചിക്കൻ, പിന്നെ പല ദിവസങ്ങളിൽ പല പല ഡിഷുകൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ നമുക്ക് അതനുസരിച്ചിട്ട് ഡെയിലി ആ സംഭവങ്ങൾ, പോട്ടി ബീഫൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ താറാവ്, മുയൽ, ഈ സംഭവങ്ങളൊക്കെ എന്തായാലും ശനി ഞായറൊക്കെ ഈ ഐറ്റംസ് ഒക്കെ എന്തായാലും ഉണ്ട്. മുയൽ ചെയ്യുന്നുണ്ട്. മുയൽ എന്തായാലും ശനി ഞായർ മുയൽ എന്തായാലും ഉണ്ടാവും.
റയറാണ്. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ മുയലിറച്ചി എല്ലാവരും വരാൻ സാധ്യതയുണ്ട്. റെസ്റ്റോറന്റ് അപ്പൊ നമ്മൾ എത്ര മണി വരെ വരുവാണെങ്കിൽ വെളുപ്പിന് ഒരു 2 മണി വരെ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ടെങ്കിലും പുറത്താളുണ്ടാവും. 2 മണി ഇറങ്ങി വരുന്ന ആളുകൾ എങ്ങനെയാണ് അതിന്റെ അവര് പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാന്ന്. കാര്യം പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനും പിന്നെ പണിക്ക് രാവിലെ എങ്ങനെയും പണി സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകാനും തിരിച്ചെങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനും. ചായയൊക്കെ കുടിക്കുന്നവരുണ്ട്, ചായ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരു സിഗരറ്റ് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഒരാൾക്കെങ്കിലും ഒന്ന് വന്നിരിക്കണം. അതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ബോട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് പക്ഷെ സമയം ഉണ്ടാവില്ല അവർക്ക്, എപ്പോഴും ധൃതിയായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് വരുന്നതിന് മുമ്പ് പോകാൻ പറ്റുമോ അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ഈ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ആളുകൾ വരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ വരുന്നു, ഫാമിലിയൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല അങ്ങനെ. അപ്പൊ ഈ തുടങ്ങിയിട്ട് എങ്ങനെയാ നമ്മളെ റെസ്പോൺസ്, ആളുകൾ വരുന്നതും കാര്യങ്ങളൊക്കെ വന്നു അഭിപ്രായം പറയാറുണ്ടോ ഫുഡ് കൊള്ളാം എന്നൊക്കെ? പറയാറുണ്ട്. മോശമാണെന്നും പറയാറുണ്ട്. അതെ, നമ്മൾ ചോദിക്കും, അവരടുത്ത് ചോദിക്കുന്നതാണ്. അതെ അതെ പറയണം. ഞാൻ ചോദിക്കാറുണ്ട്, മുളക് കൂടിയാലും പറയാറുണ്ട്. ഇങ്ങനെയല്ല, ഇങ്ങനെ വെച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ അത് സത്യമായിട്ടും പിന്നെ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കൂടി മനസ്സിലാക്കി ചെറിയ ചേഞ്ചൊക്കെ വരുത്താൻ പറ്റും. അപ്പൊ ഇനിയുള്ള കാഴ്ചകള് കെൽട്രോൺ കഫേയുടെ പിന്നാമ്പുറ കാഴ്ചകളാണ്. കാരണം അവരുടെ ഫുഡ് ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് അവരോട് ചോദിക്കാം, എങ്ങനെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കണ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ കുറെ പ്രൊഫഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ കഥാപാത്രവും മെയിൻ ആളും ഇതാണ് വർഷ തന്നെയാണ് നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ? എങ്ങനെ എന്തൊക്കെ? മീൻകറി ഉണ്ട്, പിന്നെ കക്കത്തോരൻ, ചട്ടിച്ചോറിനാണ് കക്കത്തോരൻ, പിന്നെ ഇത് ബോട്ടിക്കറി, പിന്നെ ബീഫ് ബീഫ് കറി, പിന്നെ സ്പെഷ്യൽ 65 അടിക്കാൻ വേണ്ടി പരട്ടി വെച്ചേക്കുവാണ്. അപ്പൊ ആരെങ്കിലും വരുമ്പോ പെട്ടെന്ന് അടിക്കും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ. നമ്മുടെ കെൽട്രോൺ കഫേയിൽ നമ്മുടെ ആളുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇതിലൂടെ തന്നെ ചോദിക്കാം. മച്ചാ നമസ്കാരം, ഇതിന്റെ പേരെന്താണ്? റോജിൻ. നമ്മുടെ ഈ കെൽട്രോൺ കഫേയിൽ എങ്ങനെയാണ് സ്ഥിരമായിട്ട് വരാറുണ്ട്? എങ്ങനെയാണ് നിങ്ങൾ മിക്ക ദിവസം വരാറ്? ഇത് കുഴപ്പമില്ല, ടേസ്റ്റാ. നമ്മള് ഇവിടെ കുമ്പളേതിനാണ്, ഇല്ലിക്കലാണ്. സ്പെഷ്യൽ എന്താണ് ഇവരെ കഴിക്കാൻ ശരിക്കും ഇവിടെ വരാനുള്ള കാരണം? ഈ ഒരു ആംബിയൻസ് ആണോ അല്ലെങ്കിൽ ഫുഡാണോ എന്താണ്? ഇവിടുത്തെ ആംബിയൻസും പിന്നെ ഇവിടുത്തെ പുട്ടും ബീഫ് കറിയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആംബിയൻസ് അല്ല, നല്ല ചില്ലാൻ പറ്റിയ ഫ്രീ ആകാൻ പറ്റിയ സെറ്റാണ്. ഫാമിലി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിൾ. മിക്ക ദിവസം വരാറുണ്ട് ഞങ്ങൾ. ഈ സമയത്തല്ല, ഇതിലും ലേറ്റായിട്ടാണ് വരാറുള്ളത്. ഇപ്പം എല്ലാവരും ഇവിടുത്തെ ശരിക്കും പുട്ടും ബീഫുമാണ് ഇപ്പോൾ ശരിക്കും. പുട്ടും ബീഫും പിന്നെ ചട്ടിച്ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ഹലോ, എന്താ പേരെന്താ വെച്ചാൽ? ജോസ്. അജ്നു. ഷെറിൻ. എന്താണ് ചട്ടിച്ചോറ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇവിടെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടെന്നുകൊണ്ട് വന്നതാണോ അല്ലെങ്കിൽ വരാറുണ്ടോ ഇവിടെ? പുട്ടും ബീഫൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് ഇവിടെ. അടിപൊളിയാണ്, അടിപ്പം ഫുഡാണ്. ആംബിയൻസ് വേറെ ലെവലല്ലേ, രാത്രി ആകുമ്പോഴത്തേക്ക് വന്ന് കഴിക്കാനും പിടിക്കാനും അടിപൊളിയാണ്, ഒരു സീനുമില്ല. പിന്നെ ഈ ചട്ടിച്ചോറിൽ എന്താണ് മെയിനായിട്ട് ഇതിൻ്റെ അതൊന്നുമില്ലേ, ഈ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ പോലെ തന്നെ ഒരു ഇതില്ലാത്ത രീതിയിലുള്ള നല്ല ടേസ്റ്റാണ് സംഭവം എന്ന് നടക്കണമെങ്കിലേ. പുളി പിടിച്ച് നല്ല പക്കയായിട്ടിരിക്കുന്ന സംഭവം, ഇതാണ് മെയിൻ ടേസ്റ്റ്. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് നമുക്ക് വേറെ ഫുഡൊന്നും കഴിക്കണ്ട. അപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ട് ഒരു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് ഓക്കെയാണ് സിമ്പിൾ. അതാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. അഭിപ്രായം നല്ല ഫുഡാണ്. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള സംഭവം. ഇവിടെ സാധാരണ ചട്ടിച്ചോറിനൊക്കെ നമ്മൾ ചാനലിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതെല്ലാം നല്ല കോസ്റ്റ്ലി, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം. നമുക്ക് സാധാരണക്കാർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്, അതുപോലെ നല്ല ഫുഡുമാണ്.
അപ്പൊ കെൽട്രോൺ കഫേ പോലെ തന്നെ ഇനിയും ബാക്കി അങ്ങോട്ട് മുന്നോട്ട് പല പ്ലാനും പദ്ധതിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കാരണം ഓൺലൈനാണ് കംപ്ലീറ്റ്, എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് കാരണം. അങ്ങനെ എന്തെങ്കിലും നമ്മള് തുടങ്ങും, അങ്ങനെ പ്ലാൻ വല്ലതും ഉണ്ടോ? സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഈ ഏരിയകളിലേക്ക് അത് ഇപ്പൊ ആക്റ്റീവ് അല്ല. സ്വിഗ്ഗി സൊമാറ്റോ ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പൊ അത് ആക്കി തരാന്ന് പറയുന്നത് ആളുകളൊക്കെ ഇപ്പോഴും വിളിച്ചിട്ട് പറയാറുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കും. ഈ പരിസരത്തൊക്കെ തന്നെയാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കലുണ്ട്. റോഷൻ, അപ്പൊ നമ്മുടെ ചെല്ലാനം മീഡിയയുടെ ഒരുപാട് പ്രേക്ഷകർ ഈ വീഡിയോ ഇറങ്ങുന്നതോടൊപ്പം ഇവിടെ എത്തുന്നുള്ളത് ന്യൂസ് ആണ് ഉറപ്പുള്ള കാര്യം. അപ്പൊ ചെല്ലാനം മീഡിയയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാണുന്നവര് വരിക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എന്റെ അഭിപ്രായങ്ങൾ പറയാ. ഞങ്ങള് എല്ലാരും വന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഇപ്പൊ മോശമാണ്, അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വളരെ ഒരു എല്ലാവരും ഒന്ന് കണ്ടു പഠിക്കേണ്ട സംഭവം. കാരണം ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് തുടങ്ങിയ സംരംഭമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരിവിടെ ഈ ഹോട്ടലിന് വേണ്ടി കഷ്ടപ്പെടണം. അപ്പൊ തീർച്ചയായും ചെല്ലാനം മീഡിയയിൽ എല്ലാ പ്രേക്ഷകരും ഇത് കാണുന്ന എല്ലാവരും, പിള്ളേരായാലും വന്ന് നൈറ്റ് ഫുഡ് കഴിക്കും. പ്രത്യേകം പറയണത് മുയലിറച്ചിയുടെ സംഭവമാണ്. കാരണം അത് റെയർ പീസാണ്. ശനി ഞായർ കൊടുക്കാന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പായിട്ടും ചെല്ലാനം മീഡിയയിലെ പ്രേക്ഷകർ വരും. ആള് കൂടുതലാണെങ്കിൽ ചിലപ്പോ എല്ലാ ദിവസവും കാണും. എന്തായാലും റോഷൻ, വർഷ, എല്ലാവിധ ആശംസകളും. കാരണം ചെല്ലാനം മീഡിയയുടെ എല്ലാവിധ ആശംസകളും. കാരണം ഈ കെൽട്രോൺ കഫേ എന്ന് പറയുന്ന ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് വലുതായി വലിയൊരു സംരംഭമാകട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തായാലും കൂടെ സപ്പോർട്ടിന് എല്ലാവരും ഉണ്ടാവും, പ്രേക്ഷകരും ഉണ്ടാവും അല്ലേ? അപ്പോൾ ചെല്ലാനം മീഡിയ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ. ജിതിൻ ജോസഫ്.